നമ്മുടെ പാലക്കാട് ഒരു സ്കൂളിൽ ഒരു ബോംബ് പൊട്ടിയിരുന്നു. അത് നിങ്ങൾക്കറിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കണം. ആ മേഖല എന്ന് പറയുന്നത് BJP RSSൻ്റെ കേന്ദ്രമാണ്. അവിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവേശനമില്ലാത്ത കേന്ദ്രം. ആ സ്കൂൾ അവർ നടത്തുന്നത് അവിടെ RSS ശാഖ നടത്താണ്. അവിടെ ഈ ബോംബ് പൊട്ടാൻ കാരണം തന്നെ എൻ്റെ സംശയം വരാൻ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ട് അവരുണ്ടാക്കുന്ന ഭീഷണിപ്പെടുത്താൻ ഉണ്ടാക്കുന്ന ബോംബ് അത്തരത്തിലുള്ള അവർ തന്നെയാണ് അവിടെ അല്ലാതെ വേറൊരു പാർട്ടിക്കാരുടെ പ്രവേശനമില്ലാത്ത ഏരിയയാണ്. പിന്നെ വേറെ ആരെ കുറിച്ച് ചിന്തിക്കുക? അവർ തന്നെയാണ് അതിനകത്ത്. അപ്പോൾ അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കണം. ഇപ്പോൾ അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ അത് നോക്കട്ടെ, നടപടി അല്ലെങ്കിൽ പ്രതിഷേധത്തിന് മുന്നോട്ട് പോകും. പിന്നെ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ തൃപ്തികരമാണോ? ഇല്ല, ഇന്നലെയല്ലേ സംഭവിച്ചുള്ളൂ. ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്നല്ലേ ഉള്ളൂ. നോക്കട്ടെ. ഇത് RSS ഉണ്ടാക്കിയ ബോംബ് അല്ലെങ്കിൽ RSS ഏതെങ്കിലും രീതിയിലുണ്ടാക്കി അതുമായിട്ട് ബന്ധമില്ലാണ്ട് നടക്കില്ല. അവിടെ ഇനി വേറൊരു പാർട്ടിയെ കുറിച്ച് പറയാനുമില്ല. BJP പറയുന്നത് ഇത് ഗണേശോത്സവം തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ അത് അലങ്കോലമാക്കാൻ അവിടെ ഇലക്ഷൻ നടന്ന ബൂത്തിൽ പോയി ഇരിക്കുക, ആളെ അറിയിക്കാൻ പറ്റാത്ത ഒരു ഏരിയയിൽ ആര് പോയി തടസ്സപ്പെടുത്താൻ പോകണം? ഒരാൾ അതിനൊന്നും ദൈവികമായ കാര്യത്തിന് ആരും എതിരുമില്ല, തടസ്സപ്പെടുത്താനും പോകേണ്ട കാര്യമില്ല. ഇത് അവരുടെ മൊത്തമായ ശീലത്തിലും അവരുണ്ടാക്കുന്നതിൻ്റെ ഭാഗത്തിലും ഒന്നാണത്. അത് ഇലക്ഷൻ വരുന്നതുകൊണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പായി.